അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന ആറ്റിങ്ങൽ സ്വദേശി മരിച്ചു. കൊടുമൺ ഭാഗത്തുള്ള വിജയനാണ് ഇന്ന് പുലർച്ചെ മരിച്ചത്. 2 ആഴ്ച മുൻപ് വീണ് കാലിന് പരിക്കേറ്റ് വലിയകുന്ന താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു. തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. അവിടെ നടത്തിയ പരിശോധനയിലാണ് രോഗം സ്ഥിരീകരിച്ചത്. എവിടെ നിന്നാണ് രോഗബാധയുണ്ടായതെന്ന് വ്യക്തമല്ല. സംസ്ഥാനത്ത് 5 ദിവസത്തിനിടെ 4 പേരാണ് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരിച്ചത്. തിങ്കളാഴ്ചയാണ് 2 പേർ മരിച്ചത്. 7 പേർക്ക് രോഗം സ്ഥിരീകരിക്കുകയും ചെയ്തു. ഒക്ടോബറിൽ മാത്രം 65 പേർക്ക് രോഗം സ്ഥിരീകരിക്കുകയും 12 പേർ മരിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രൈമറി അമീബിക് മെനിങ്കോ എൻസെഫലൈറ്റിസ് നെഗ്ലേറിയ ഫൗലേറി മൂലമുണ്ടാകുന്ന അപൂർവ തലച്ചോർ അണുബാധയാണ് അമീബിക് മസ്തിഷ്ക ജ്വരം. എൻഫൗലേറി മൈക്രോസ്കോപ്പിലൂടെയല്ലാതെ കാണാൻ കഴിയാത്തത്ര ചെറുതായ ഒരു ഏകകോശ ജീവിയായ അമീബയാണ്. മസ്തിഷ്കം ഭക്ഷിക്കുന്ന അമീബ എന്ന് വിളിക്കപ്പെടുന്ന നെഗ്ലേറിയ ഫൗലേറി തടാകങ്ങൾ, നദികൾ, മോശമായി പരിപാലിക്കപ്പെടുന്ന നീന്തൽക്കുളങ്ങൾ തുടങ്ങിയ ചുറ്റുപാടുകളിൽ സാധാരണയായി കാണപ്പെടുന്നു. വെള്ളത്തിനടിയിലായി ചേറിൽ കാണപ്പെടുന്ന ഇവ മലിനമായ വെള്ളം മൂക്കിൽ പ്രവേശിക്കുമ്പോൾ അമീബ തലച്ചോറിലേക്ക് സഞ്ചരിക്കുകയും ഇത് വീക്കവും വ്യാപകമായ മസ്തിഷ്ക നാശത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. ക്ലോറിനേഷൻ മൂലം നശിച്ചു പോകുന്നതിനാൽ നന്നായി പരിപാലിക്കപ്പെടുന്ന ക്ലോറിനേറ്റ് ചെയ്യുന്ന കൂടെ വെള്ളം മാറ്റുന്ന സ്വിമ്മിംഗ് പൂളുകളിൽ ഇവ ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. ഉപ്പുവെള്ളമുള്ള ജലാശയങ്ങളിൽ ഈ രോഗാണുവിന് നിലനിൽപ്പില്ലാത്തതുകൊണ്ട് കടലിലും മറ്റും ഇവ കണ്ടുവരുന്നില്ല. തൊണ്ടവേദന, തലവേദന, ഓക്കാനം, ഛർദി, കടുത്ത പനി, രുചിയും ഗന്ധവും അറിയാതെ പോവുക എന്നിവയാണ് പ്രധാന രോഗലക്ഷണങ്ങൾ. പൂളുകളിലെ വെള്ളം ക്ലോറിനേറ്റ് ചെയ്യുക, നന്നായി പരിപാലിക്കപ്പെടാത്ത സ്വിമ്മിംഗ് പൂളുകൾ ഉപയോഗിക്കാതിരിക്കുക, മൂക്കിൽ ശക്തമായി വെള്ളം കയറാതിരിക്കാനുള്ള കരുതലോടെ മാത്രം നീന്തൽ, ഡൈവിംഗ് എന്നിവയ്ക്ക് മുതിരുക, തല വെള്ളത്തിൽ മുക്കിവെച്ചുകൊണ്ടുള്ള മുഖം കഴുകൽ ഒഴിവാക്കുക എന്നിവയാണ് രോഗം തടയുവാനുള്ള മാർഗങ്ങൾ.